മിടുക്കി. നീ ചൊണക്കുട്ടിയ രമ്യേ. നിന്നോട് വെറുതെ നന്ദി വാക്ക് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. മാഡം എന്തീ ചെയ്യുന്നേ? ഈ മാല നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തരാൻ പോവാ രമ്യേ. പിന്നെ സമ്മാനം? ഞാൻ അംബിക മേഡത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അംബിക മേഡത്തിന് ഓരോ സഹായങ്ങളൊക്കെ ചെയ്യുന്നേന്ന്. രമ്യ, നീ എനിക്ക് ചെയ്തു തന്നതേ ചെറിയൊരു ഉപകാരമല്ല. എന്റെ മകന്റെയും എന്റെയും തലവര മാറ്റിമറിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഞങ്ങൾക്ക് നേരെ രാജുവും ഋതികയും ആയുധമാക്കുമെന്ന് ഉറപ്പുള്ള വളരെ പ്രധാനമായൊരു തെളിവിനാ നീ തടയിട്ടത്. കൃത്യസമയത്ത് സമയോചിതമായി നീ ഇടപെട്ടതുകൊണ്ടാ എന്റെ മകന് പൂട്ട് വീഴാതിരുന്നത്. അതിനുള്ള നന്ദി ഒരു സ്നേഹ സമ്മാനത്തിലൂടെ അല്ലാതെ ഞാൻ എങ്ങനെ നിന്നെ അറിയിക്കും രമ്യേ? എനിക്കങ്ങനെ ഓർണമെന്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല മാഡം. എനിക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ അതൊക്കെ ഇനി എത്ര വിലയുള്ളതാണെങ്കിലും വാങ്ങാനുള്ള ക്യാഷൊക്കെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിതൊന്നും ഇട്ട് ശീലിച്ചിട്ടുമില്ല. ഈ മാല മാഡത്തിന്റെ കഴുത്തിൽ കിടക്കുന്നത് കാണാനാ അതിന്റെ ഒരു ഭംഗി. നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്തതിന് എന്നെ സന്തോഷിപ്പിച്ചാലേ അംബിക മേഡത്തിന് തൃപ്തിയാവുന്നുണ്ടെങ്കിൽ അത് സിമ്പിളാ. ഞാൻ ചെയ്തതിന് അംബിക മേഡം എന്നോട് നന്ദി പറഞ്ഞതുപോലെ ദീപക്കും എന്നോടൊരു നന്ദി പറയട്ടെ. എനിക്കത് മതി. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാര കാര്യമില്ലേ രമ്യേ? ദീപക്കെ, നീ രമ്യയോട് ഒരു താങ്ക്സ് പറ മോനെ. നിന്റെയും ദിവ്യയുടെയും ഫോട്ടോ അവരെടുക്കാതെ നിന്നെ സേഫ് ആക്കിയത് രമ്യയല്ലേ? നിനക്ക് രമ്യയോട് കുറച്ച് വിരോധമൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കറിയാം. ഇനി പഴയതൊക്കെ ഓർത്ത് മനസ്സിൽ ആ വിരോധം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. എനിക്കാരോടും ഒരു വിരോധവും ഇല്ല. രമ്യപ്പ ചെയ്തു തന്നത് വലിയ ഹെൽപ്പൊക്കെ തന്നെയാ. പക്ഷേ നമ്മള് രമ്യക്ക് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളതല്ലേ.